ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഇന്ന് നമ്മുടെ ക്ലാസ് 2 ഇൻ്റഗ്രേഷൻ ഡേ 1 എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വേഗം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു അല്ലേ, അതായത് നമ്മൾ ഡേ 2 ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കുന്ന മിസ്സുമാർ എക്സ്പെക്ട് ചെയ്യാണ്. കാരണം നമ്മുടെ ഓൾറെഡി അറ്റാച്ച്ഡ് സ്കൂൾസിൻ്റെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മൾ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതായിരുന്നു മക്കളോട്, നിങ്ങൾ ആ ലൈവ് ഒക്കെ എന്തായാലും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എക്സാം കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ലൈവ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പാറ്റേൺ ഒക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ചില ക്വസ്റ്റ്യൻസ് ഒന്നും മിസ് എനിക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ള മക്കളാണെങ്കിൽ ടെൻഷൻ ഒന്നും വേണ്ട മക്കളെ, അടുത്ത എക്സാം നമുക്ക് അടിപൊളിയാക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ എന്തൊക്കെയാന്നുള്ളതൊന്ന് അറിഞ്ഞു വെക്കുക, അത് മാത്രം എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ റെഡി ആവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യം നോക്കിക്കേ, പാടാം രസിക്കാം. ഓക്കെ, അപ്പൊ ഒരു പാട്ടുണ്ട് അല്ലെ, പല 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 പലഹാരം പലഹാരങ്ങൾ പലതുണ്ട്, ചുട്ടെടുത്തൊരു ചപ്പാത്തി, വറുത്തെടുത്തൊരു നെയ്യപ്പം, ആവിയിൽ വെന്തൊരു നൂലപ്പം, രുചികളേറും പലഹാരം പലഹാരങ്ങൾ പലതുണ്ടേ, പല 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 പലഹാരം അല്ലെ. നല്ല രസമുള്ള ഒരു പലഹാരത്തിൻ്റെ ഒരു പാട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പാട്ടൊന്ന് ജസ്റ്റ് നിങ്ങളോട് പാടാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ പ്രവർത്തനമാണ് രുചിമേളം. ഭക്ഷ്യമേളയുടെ ചിത്രം നോക്കി വിവരണം തയ്യാറാക്കൂ. ഇതെൻ്റെ മക്കൾക്ക് കൃത്യമായിട്ട് മിസ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഇന്നലത്തെ ലൈവിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മിസ്സിന് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ലൈവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മിസ് വിവരണം തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭക്ഷ്യമേളയുണ്ട്. 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ് അവരെന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ആരാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്, പിന്നെ കുറേ അറിയിപ്പ് ബോർഡുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇതേപോലെ നിങ്ങൾക്ക് എന്താണോ ആ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് അത് പോയിന്റ് ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാലും പ്രശ്നമില്ല, അല്ലെങ്കിൽ ഒരു കുട്ടി പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോൾ നോക്കിക്കേ, കുന്നുകാട് LP സ്കൂളിൽ നടക്കുന്ന ഭക്ഷ്യമേളയാണ് തന്നിരിക്കുന്നത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കൊണ്ടുവന്ന ആഹാരം എന്തൊക്കെയാണ് എന്നുള്ളത് ചിത്രം നോക്കി എഴുതുക. അതുകൂടാതെ തന്നെ 2ാം ക്ലാസ്സിലെ കുട്ടികൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏതാണ്, 3, 4 അല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ എഴുതുക. അത് കഴിഞ്ഞ് ഉദ്ഘാടനം ആരാണ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഭക്ഷ്യവസ്തുക്കൾ പാഴാക്കാതിരിക്കാനുള്ള അറിയിപ്പ് ബോർഡുകളും അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ചിത്രം നോക്കിയിട്ട് എന്തൊക്കെയാണോ മക്കൾക്ക് കാണാൻ പറ്റുന്നത് അത് വ്യക്തമായിട്ട് എഴുതി കഴിഞ്ഞാൽ ആ ഒരു ചോദ്യത്തിന് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നമ്മുടെ മലയാളത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ 3ാം ക്ലാസ്സിലൊക്കെ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. യെസ്, അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ മക്കൾക്ക് തന്നിട്ടുണ്ട്. ധാന്യങ്ങൾ ഏതൊക്കെയാണ്, ഇലക്കറികൾ, പിന്നെ ബാക്കി നമുക്ക് എന്ത് ചെയ്യുക, പഴങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട് അല്ലേ. അപ്പോൾ ധാന്യങ്ങളിൽ വരുന്നത് എന്തൊക്കെയാണ്, അരിയും ചോളം വരും. പഴങ്ങളിൽ വരുന്നതാണ് പഴം, പപ്പായ. ഇലക്കറികളിൽ ചീര, മുരിങ്ങയില അല്ലേ, ഇത് മുരിങ്ങയിലയാണ്, ഇതാണ് നമ്മുടെ ചീര അല്ലേ. ഇത് നമ്മുടെ അരിയും, പിന്നെ ചോളം വരുന്നത് ധാന്യങ്ങളാണ്, പിന്നെ പപ്പായ, പഴം, വാഴപ്പഴം വരുന്നത് ഏതിലാണ്, പഴങ്ങളിലാണ്. ഇനി പച്ചക്കറിയിൽ വരുന്നതാണ്, ഇത് നമ്മുടെ പാവയ്ക്കാണ്, ഇത് നമ്മുടെ പയറാണ്, അതാണ് ഈ പയർമണി ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതാണ് പാവയ്ക്ക്, ഇത് പപ്പായയാണ് കേട്ടോ, ഇത് പഴുത്ത പപ്പായയാണ്, അതാണ് പഴുത്തി കൊണ്ട് എഴുതിയിട്ടുള്ളത്. ഇനി ഇത് നമ്മുടെ പാവയ്ക്കാണ്, കൈപ്പയ്ക്കാണ്, പിന്നെ പയറും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ടേബിൾ കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാർക്ക് കിട്ടി. ഇനി അടുത്ത നമ്മുടെ മാത്സിലുള്ള ചോദ്യത്തിൽ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, അതായത് ഓരോ പാക്കറ്റിലും എത്ര സീഡ്സ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്, എത്ര പാക്കറ്റ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാ അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുന്ന, ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, 5 × 3 ചെയ്താലാണ് 15 കിട്ടുക. അപ്പോൾ ആ ഒരു 5 എഴുതുക. അടുത്ത 2 × 9 ചെയ്താൽ എത്രയാണ്, 9 2 തവണ കൂട്ടിയാൽ 18. പിന്നെ നമ്മുടെ 10നോട് എന്ത് ഗുണിച്ചാലാണ് 80 കിട്ടുക, അത് 8 ഗുണിച്ചാലാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ലൈവിൽ പറഞ്ഞു, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എൻ്റെ കുട്ടികൾക്ക് വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഇത് നമ്മുടെ ഇങ്ങനെ പയർമണിയുടെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1 2 3 4 5 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പോൾ രണ്ടിനും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 25. യെസ്, 5 × 5 ചെയ്താൽ 25 എന്ന് കിട്ടി. ഇനി അതുപോലെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ആൻസർ അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് വരയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, ഇതേപോലെ വരയ്ക്കാം. ഇവിടെ 5 × 5, അപ്പോൾ ഇവിടെ 4 × 2 ആകുമ്പോൾ 4 വിത്ത് വരയ്ക്കാം, അപ്പുറത്തെ 2 വിത്ത് വരയ്ക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ ഇന്റഗ്രേഷൻ
3-ലൊക്കെ ചോദിക്കുന്ന ആ ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ അറ്റാച്ച്ഡ് സ്കൂളിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 6 10 rupees and 2 5 rupees എന്ന് തന്നിട്ടുണ്ട്. അത് എത്രയാ മക്കളെ? 6 10 60 ആണ്. 2 5 എന്ന് പറയുമ്പോൾ 10. അപ്പോൾ 60 + 10 70. അതായത് 70-നെ പല ഫാക്ടേഴ്സ് ആയിട്ട് പല ഘടകങ്ങളായിട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളവർ എഴുതാം. ഒന്നുകിൽ 7 10s 7 10കൾ എന്ന് എഴുതാം, 5 10s and 4 5 rupees 5 10കളും 4 5 രൂപകളെന്ന് എഴുതാം, 3 10s and 8 5 അങ്ങനെ എഴുതാം. അതേപോലെ 4 10s and 6 5 ഇഷ്ടമുള്ള പോലെ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാനുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് റെഡിയായി. അപ്പൊ അതിനൊക്കെ നിങ്ങൾ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ കമന്റ്സിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളതാണ് സംഭാഷണം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പലഹാരത്തിന്റെ ഭക്ഷ്യമേളൊക്കെ കഴിഞ്ഞിട്ട് ലാവണ്യക്കുട്ടി വീട്ടിലോട്ട് തട്ടി അമ്മയുമായിട്ട് സംസാരിക്കുന്നത്. ലാവണ്യ അല്ലേ? അപ്പൊ നമ്മുടെ ലാവണ്യക്കുട്ടി എന്താ പറയുന്നത്? അമ്മ ഇന്നത്തെ ഭക്ഷ്യമേള ഗംഭീരമായിരുന്നു. അപ്പൊ അമ്മ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക? അപ്പൊ സംഭാഷണം എഴുതുന്ന സമയത്ത് ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ ആഹാ എന്തൊക്കെ ആഹാരം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ ലാവണ്യ പറയും ആവിയിൽ വേവിച്ചതും പുഴുങ്ങിയതും എല്ലാതരം ആഹാരങ്ങളും ഉണ്ടായിരുന്നു. ഇനി അമ്മ എന്തായിരിക്കും ചോദിക്കുക? മോൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് ചോദിക്കും. അപ്പൊ ലാവണ്യക്കുട്ടി പറയും അമ്മ എനിക്ക് ആവിയിൽ പുഴുങ്ങിയ അട ഇഷ്ടമായി. അപ്പൊ അമ്മ പറയാണ് അമ്മ മോൾക്ക് അതുപോലെ അട ഉണ്ടാക്കി തരാട്ടോ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എഴുതണം എന്നില്ല. നിങ്ങൾ എന്തായിരിക്കും അവർ തന്നിൽ സംസാരിച്ചിട്ടുണ്ടാവുക ആ കാര്യം കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ മക്കളെ ഈ ഒരു ചോദ്യത്തിനും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ നമ്മുടെ ഇന്റഗ്രേഷൻ 1 നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഭയങ്കര ഈസിയാന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ലാത്ത. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. സോ എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു, ഈ ഒരു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക. അതുകൂടാതെ തന്നെ ഇനി വരുന്ന നമ്മുടെ എക്സാംസും അടിപൊളിയാക്കാനുള്ള ലൈവ് ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ചാനലിൽ കറക്റ്റ് 7:30 നടക്കും. അപ്പോൾ നാളെ നമുക്ക് ഇന്റഗ്രേഷൻ 2 ആണ് എക്സാം ഉള്ളത്. സോ 7:30 ആകുമ്പോൾ സ്നേഹാമിസും മിസ്സും കൂടെ റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട്. അപ്പം എൻ്റെ കുട്ടികളെ എല്ലാവരും എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ കൂട്ടി 7:30 ആകുമ്പോൾ തന്നെ വരിക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേ നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം. അപ്പൊ ഇന്ന് കറക്റ്റ് 7:30 കാണാം. സോ ലവ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ടാറ്റ ബൈ ബൈ.